കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ദൈവഭക്തന്മാർ, ദൈവമക്കൾ സന്ധ്യാവനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായി സംസാരിപ്പാൻ, ദൈവത്തിൻ്റെ ആത്മാവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുവാൻ എല്ലാവരെയും പ്രാർത്ഥനയെ പ്രത്യേക ചോദിക്കുകയാണ്. പ്രത്യേക ഇന്ന് രാത്രിയിൽ, നാളെ രാത്രിയിലും ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ഭക്തൻ, കർത്താവിൽ പ്രസിദ്ധനായ റവറൻ തോമസ് മാമലയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ഭക്തൻ ഇന്ന് രാത്രിയിൽ, നാളെ പകലും നാളെ രാത്രിയിലും ദൈവശക്തമായി ഉപയോഗിപ്പാൻ ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. കർത്താവിന്റെ ഭക്തനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഫലമേൽപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന അഭിഷിക്തരായ വിവിധ സ്ഥലങ്ങളിൽ സഭകളിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, മനോഹരമായ ഗാനങ്ങൾ പാടുന്ന പ്രിയപ്പെട്ട ഷെക്കൈനായ്സ് വോയിസ്, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ശാന്തമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹൃദയരായ നാട്ടുകാരെ, മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ അംഗങ്ങളായ പ്രിയപ്പെട്ടവരെ, എന്നെ ക്ഷണിച്ച കർത്താവിൽ പ്രിയ ദൈവദാസൻ പാസ്റ്റർ കുര്യാക്കോസ്, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ മനോഹരമായ തൃശ്ശൂർ ജില്ലയിലെ ശാന്തമായ ഈ ഗ്രാമത്തിൽ ഒരിക്കൽ കൂടി വരുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് 4ഓളം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പ്രിയ ജോയ്സ് സഹോദരൻ്റെ വീട്ടിൽ അതിഥിയായി താമസിച്ചുകൊണ്ട് 2 ദിവസം വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അന്ന് എൻ്റെ പ്രഭാഷണം കേട്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അന്ന് ഞാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിൽ നിവർത്തിച്ചു കഴിഞ്ഞു. വീണ്ടും ശാന്തമായൊരു രാത്രി കർത്താവ് തന്നിരിക്കുന്നു. ഞാൻ ഈ ദൈവദാസനെ വളരെ അഭിനന്ദിക്കുന്നു. ധാരാളം ഫോണുകൾ എനിക്ക് വരും. പ്രാർത്ഥനാ വിഷയങ്ങളെ കൺവെൻഷന് വിളിക്കും, സംശയങ്ങൾ ചോദിക്കും, ഇങ്ങനെ നിരന്തരം ഫോൺ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ ദേവദാസൻ്റെ ഫോൺ നമ്പർ ഇപ്പോൾ കാണാൻ പാടാം. 479 77 112. ഇത് കാണുമ്പോഴേ എനിക്കറിയാം ഇത് വരുന്നത് മരോട്ടിച്ചാലിൽ നിന്നാണ്. ഇന്ന് തന്നെ കുറഞ്ഞത് 7 പ്രാവശ്യം അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്. പല ദിവസങ്ങളും രാവിലെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ആ കൃത്യനിഷ്ഠതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശാന്തമായി എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ, എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച സബ്ജക്റ്റ് പറയാനുള്ള സമയം ക്രമീകരിച്ച് തന്ന ഗായക സംഘത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കാരണം പല സ്ഥലങ്ങളും ചെല്ലുമ്പോൾ ദുഃഖം തോന്നും. ധാരാളം പണം ചെലവാക്കി കൺവെൻഷൻ നടത്തും. പക്ഷെ പ്രസംഗിക്കാൻ സമയം 40 മിനിറ്റേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 45 മിനിറ്റ്. ബാക്കി മുഴുവൻ പാടി തീർക്കുക. പാട്ട് വേണ്ടെന്നല്ല. എന്നാൽ ഇവിടെയുള്ള പ്രിയമുള്ളവരും ഇതിൻ്റെ സംഘാടകരും വളരെ തന്മയത്വമായി ബുദ്ധിയോടെ ചെയ്ത് തോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പാട്ട് വളരെ ആവശ്യമാണ്. പാടാത്തവരാരുമില്ലല്ലോ. മാലാഖമാർ പാടും, പിന്നെയാണോ നമ്മൾ പാടാത്തത്? പ്രൈസ് ദി ലോർഡ്. പാതാളത്തിൽ കിടക്കുന്ന ഗുണം പിടിക്കാത്തതെല്ലാം പാടുന്നു. ശയ്യപ്പങ്ങനെ വായിച്ചാൽ കാണാം, നീ ഞങ്ങളെ പോലെ ആയോ, അവന് പാടുക. പ്രൈസ് ദി ലോർഡ്. ഈ ഗുണം പിടിക്കാത്തവൻ പാതാളത്തിൽ ചെല്ലുമ്പം അവിടെ സ്വീകരണം അങ്ങനെ, നീ ഞങ്ങളെ പോലെ ആയോ. അപ്പോൾ എല്ലാവരും പാടും. നമുക്ക് പാട്ട് ആവശ്യമെങ്കിലും കൃത്യനിഷ്ഠ ഒരുക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശാന്തമായ രീതിയിൽ ചിന്തിക്കാൻ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് എനിക്കിന്നും നാളെ ചിന്തിക്കുവാനുള്ളത്. നിങ്ങൾ ദയവായി സഹകരിക്കുക. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി
പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്ത വാക്യം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ജന്മനാൽ കുരുടനായ ഒരു അന്ധനെയും കൊണ്ട് കർത്താവിന്റെ ഒരിക്കൽ ബന്ധപ്പെട്ടവർ വന്നു. അന്നത്തെ കാലത്തെ ഒരു മിഥ്യാ ചിന്തയാണ് അംഗവൈകല്യം വരുന്നത് ശാപമാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവനാണോ കുഴപ്പക്കാരൻ, ഇവന്റെ അപ്പനും അമ്മയാണോ? ഉടനെ കർത്താവ് പറഞ്ഞു, അവരാരുമല്ല, ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. എന്നിട്ട് കർത്താവ് അടുത്ത കാര്യം പറഞ്ഞത്, ലോകത്തിൽ ആഗോളമുള്ള മനുഷ്യവർഗത്തിന് ഇന്നോളമുള്ള മുന്നറിയിപ്പാണ്, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരും. സന്തോഷമുള്ളവർ കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാൽ. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി. വാസ്തവത്തിൽ ഇന്നത്തെ ലോകത്തിൽ ഈ വാക്ക് കേട്ടാൽ ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ഒരു രാത്രിയില്ലാത്ത സുന്ദരമായ ഒരു ലോകമാണ്. കൂരിരുട്ട് 6 മണിക്ക് കേരളം ഇപ്പോൾ കൂരിരുട്ടിലേക്ക് ആകുക. എന്നിട്ടും നോക്കിയ ഈ ഓഡിറ്റോറിയം എല്ലാം ട്യൂബ് ലൈറ്റുകളും ഭയങ്കരമായ ലൈറ്റുകളും വെച്ച് പ്രകാശിപ്പിക്കുക. അതിശക്തമായ വോൾട്ടേജാണ് ഈ 2 ബൾബ്. അപ്പോൾ ഇത് രാത്രിയാകുമോ? ലോകം മുഴുവൻ ഹാലോജൻ ലൈറ്റുകളും സോഡിയം വേപ്പർ വിളമ്പുകളും വൈദ്യുതിയും സോളാർ ലൈറ്റും കൊണ്ട് ഇങ്ങനെ തിളങ്ങുമ്പം ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ മേലാത്ത രാത്രി വരുമോ? മനുഷ്യവർഗത്തിന് ലഭ്യമായ തെളിവുകൾ 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകിലോട്ട് ഒരു സയൻസിനും മനുഷ്യന്റെ സംസ്കാരത്തിന്റെ തുടിപ്പിനെ കുറിച്ച് ഒന്നും പറയാനില്ല. 6000 വർഷം മുതലുള്ളതായ മാനുഷിക സംസ്കാരം കണ്ടുപിടിച്ചു. അത് തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത് പറയുന്നത്. ഇന്ന് 6000 വർഷങ്ങൾക്ക് മുമ്പേ ഇന്ന് രക്തം തെറിക്കുന്ന ഇറാഖിന്റെ കിഴക്കേ തീരത്തുള്ള ടൈഗ്രീസ് നദിയുടെ തീരത്തെ യഹോവയായ ദൈവം അതിസുന്ദരമായ ഒരു തോട്ടം ഉണ്ടാക്കി. ഏദൻ തോട്ടം. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. അന്ന് മുതൽ ഇന്നോളമുള്ള ഈ 6000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഈ കാലത്തിന്റെ പേരാണ് സുവർണ യുഗം ലോകപ്രകാരം, അഥവാ ടെക്നോളജിക് ഏജ്. മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ സംഭാവനകൾ ഞൊണഞ്ഞ് ആസ്വദിക്കുന്ന മനുഷ്യവർഗമാണ് ഈ ലോകത്തിൽ. യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 198 രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ. ഏതാണ്ട് നമ്മളെ കൂടെ ചേർത്ത് 700 കോടിയോളം ജനം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത, മിക്കവാറും ലോകത്തിൽ സഞ്ചരിച്ചാൽ ഒരു പ്രത്യേകത കാണാം, കുഗ്രാമം എന്ന പരിപാടി ഇല്ല. അത് ശാസ്ത്രത്തിന്റെ ഒരു നേട്ടമാണ്. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും നല്ലൊരു നവോത്ഥാനം എല്ലാ വിധത്തിലും. അതിശാന്തമായ ഒരു സ്ഥലമാണല്ലോ ഈ മരോട്ടിച്ചാൽ. തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ഇപ്പുറം. ഇന്ന് വൈകുന്നേരം ഈ മരോട്ടിച്ചാലിൽ അത്താഴം കഴിച്ചാൽ ആ വ്യക്തിക്ക് നാളെ വൈകുന്നേരം ഈ ഭൂമിയുടെ മറുകോളത്ത് പോയി കുളിയും കഴിഞ്ഞ് അത്താഴവും കഴിഞ്ഞ് കിടന്നുറങ്ങാം. കാലം മാറിയത് കണ്ടോ? ആകാശത്തിന്റെ 2ാമത്തെ തട്ട് കീറിയാണ് ശബ്ദത്തെക്കാൾ വേഗത്തിൽ ലക്ഷക്കണക്കിന് ജനത്തിനെ വഹിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും വിലങ്ങും കലങ്ങും ശബ്ദത്തെക്കാൾ വേഗത്തിൽ പ്ലെയിൻ പായുന്നു. സുന്ദരമായ കാലഘട്ടം. മനുഷ്യവർഗത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം. അതിന് പറഞ്ഞൊരു വാക്കുണ്ട്, ഗ്രാമത്തിൽ ശരിക്കും മനസ്സിലാകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയും മനസ്സിലാകും. ഇന്നത്തെ ലോകത്തെ കുറിച്ച് ഒരു പേരുണ്ട്, കേൾക്കണമോ? വേൾഡ് ഓൺ ഫിംഗർ ടിപ്പ്. ലോകം വിരൽ തുമ്പിൽ. വിരൽ കൊണ്ട് ഞെക്കിയാൽ എല്ലാ സാധനവും വീട്ടിൽ വരും. ആ വിധത്തിലെ ബാറ്ററി മുതൽ എയർ ടിക്കറ്റ് വരെ വിരൽ കൊണ്ട് ഞെക്കിക്കഴിയുമ്പോൾ വീട്ടിൽ വരുന്ന സംവിധാനം. അതിന് പറയുന്ന പേരാണ് വേൾഡ് ഓൺ ഫിംഗർ ടിപ്പ്, അഥവാ ഓൺലൈൻ ബിസിനസ്. അത്ര ഭയങ്കരമാണ്. നിങ്ങൾ കൊച്ചിയിൽ ചെന്നാൽ കാണാം, അല്ലെ ബാംഗ്ലൂരിൽ നല്ല ചെറുപ്പക്കാരായ യുവതികളും യുവാക്കന്മാരും അവർ ജോലി ചെയ്യുന്ന കൊച്ചിയിലും ബാംഗ്ലൂരിലും ഒരു ഓഫീസിലിരുന്ന്. പക്ഷെ ചെയ്യുന്ന ആരുടെ കാര്യമാണെന്നറിയാവോ? യൂറോപ്പിലെ അമേരിക്കയിലെ കമ്പനിയുടെയും ആശുപത്രിയുടെയും ബിസിനസിൻ്റെയും കാര്യം ഇവിടെ നടക്കുന്നത്. സ്തോത്രം. അവിടെ ആ കമ്പനി യൂറോപ്പിലാണ്.
ഹോസ്പിറ്റൽ ന്യൂയോർക്കിലാണ്, ഓപ്പറേഷൻ നടക്കുന്നത് യൂറോപ്പിലാണ്, പക്ഷെ സംഗതി നടക്കുന്ന കൊച്ചിയിലും ബാംഗ്ലൂരിലും. അവിടെ ഇരിക്കുന്ന സഹോദരന്മാരാണ് കമ്പ്യൂട്ടറിൽ കൂടെ ചെയ്യുന്നത്. സംഗതി എല്ലാം അവിടെ കൊടുക്കുന്നത്. ഓരോ രോഗിയുടെ മരുന്നിന്റെ കണക്ക് വരെ ഇവിടെ നിന്ന് ചെല്ലും. അതാണ് ലോകം വെറും കൈക്കൊമ്പിളിലായത്. പരിഷ്കാരം കണ്ടോ? ഈ മരോട്ടിച്ചാലിലെ ശാന്തമായി ഈ ഗ്രാമത്തിൽ റബ്ബർ തോട്ടത്തിനിടയിൽ താമസിക്കുന്ന വീട്ടിലെ അപ്പച്ചൻ വൈകിട്ട് 8:15 ചാരികസനോട് ചാരിക്കിടന്ന് 14 ഇഞ്ച് നീളമുള്ള സ്ലേറ്റ് പോലൊരു സാധനം എടുത്തത് നെഞ്ചത്തോട്ട് വെച്ച് അമർത്തുമ്പോൾ കുവൈറ്റിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ കൊച്ചുമക്കളെ കണ്ട് കിന്നാരം പറയുന്ന സിസ്റ്റം ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ലോകം കണ്ടോ? പുരോഗതി. കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ പൊസിഷൻ അപകടമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ തത്സമയം കുവൈറ്റിലെ അബ്ബാസിയായി ഇരുന്നു കൊണ്ട് സ്വന്തം കമ്പ്യൂട്ടറിൽ ആ കുഞ്ഞിനെ കണ്ട് രസിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവ്. അതാണ് ലോകമെന്ന്. എല്ലാ വിധത്തിലും ഒരു വലിയ പരിഷ്കാരം, വലിയ സ്പീഡിലാണ് പരിഷ്കാരം. കേരളത്തിലേക്ക് മാത്രം ഡിസൈൻ ചെയ്ത ഒരു കാറുണ്ട്. അത് ഈ റോഡിൽ കൂടെ സാധാരണ പോകുന്നില്ലായിരിക്കും, തൃശ്ശൂർ സർവ്വസാധാരണമാണ്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇഷ്ടം പോലുണ്ട്. ആ കാറിന്റെ പേരെന്നറിയാവോ? ഉടമസ്ഥനെ സ്നേഹിക്കുന്ന ഇഞ്ചനുള്ള കാർ. ഭാര്യയേക്കാൾ ഉടമസ്ഥനെ സ്നേഹിക്കുന്ന ഇഞ്ചൻ. ഭാര്യ ഭർത്താവ് കൂടെ കാർ ചെയ്യുന്നാൽ ഭാര്യ പറയാ ചവിട്ടി വിടാൻ പറയും, ഇല്ലേ? അത് തന്നെയല്ലേ ഭാര്യ അപ്പുറത്തിരിക്കുമ്പോൾ ഭർത്താവിന് ഒരു ഹരവ, പിള്ളേർ എടുക്കുകയാണെങ്കിൽ സ്പീഡ് കൂട്ടി അടിക്കും. എന്നാൽ ഈ ഒരു കാറിന്റെ പ്രത്യേകത കേട്ടോണം. ആ ഇഞ്ചൻ അറിയാം കേരളത്തിലെ റോഡിൽ കൂടെ നിർത്താതെ 2 മണിക്കൂർ ഓടിച്ചാൽ അത് അപകടമാണ്. കേരളത്തിലെ റോഡ് അതിനുവേണ്ടി മാത്രം നിർമ്മിച്ച കാറാ. നിങ്ങൾക്ക് വേണേ എന്നോട് പറഞ്ഞാൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. വലിയ വിലയൊന്നുമില്ല, 40 ലക്ഷം രൂപയേ ഉള്ളൂ. കേരളത്തിലെ റോഡിനെ കുറിച്ച് എഞ്ചിൻ അറിയാം. എന്നാ അറിയാം? തലങ്ങും വളവും കുളവും കുണ്ടും കുഴിയും. പിന്നെ ഒരു തത്വദീക്ഷയില്ലാതെ നേരെ വരുന്ന ബസ്, കുറുകെ ചാടുന്ന ഓട്ടോ, തിരിച്ചു ചാടുന്ന പട്ടി, നടുക്ക് നിൽക്കുന്ന അപ്പച്ചൻ, സൈഡിൽ നിന്ന് കയറി വരുന്ന അമ്മച്ചി. ഇത്രയും വെട്ടിച്ച് 2 മണിക്കൂർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇഞ്ചൻ അറിയാം ഇത് അപകടമാണ്. അങ്ങനെ ആ പ്രത്യേക കാർ 2 മണിക്കൂർ നിർത്താതെ ഓടിച്ചു കഴിഞ്ഞാൽ കാർ ഓടിക്കുന്ന ആളിന്റെ സ്റ്റിയറിംഗിന്റെ താഴത്തെ ഡാഷ്ബോർഡിൽ ഒരു കപ്പശാസ്ത്രന്റെ പടം തെളിയും. അതിന്റെ അർത്ഥം അച്ചായൻ ക്ഷീണിച്ചെന്ന് എനിക്ക് മനസ്സിലായി, ഇനി നിർത്തി ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് ഓടിച്ചാൽ മതി, അല്ലേ അപകടം. ഭാര്യയ്ക്ക് സ്നേഹമുണ്ടോ? എന്നിട്ടും അച്ചായൻ ഓടിച്ചാൽ അടുത്തറ്റ കയറിയ ഇഞ്ചന്റെ സ്നേഹം നോക്കിക്കോണം. പിന്നെ എന്നെ എത്ര ചവിട്ടിക്കോ ഞാൻ 20 കിലോമീറ്റർ കൂടി ഓടത്തില്ല. അല്ലെ പോയി കാപ്പ് ഓടിച്ചിട്ട് പോവാ. ആ വാഹനം കൊച്ചി കേരളത്തിലെ നിരത്തിൽ കൂടി ലോകത്തിന്റെ ഉയർച്ച നിങ്ങളിത് കാണിച്ചിട്ട് വേണം ബാക്കി പറയാൻ. ഇതിനേക്കാൾ സംവിധാനം ജപ്പാനിൽ ഓടിക്കുന്നയാളിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നയാളിന്റെ ECG അളന്നുകൊണ്ടിരിക്കും. ECG വേരിയേഷൻ എങ്ങാനും വന്നാൽ 80, 110 or 130 എന്നുള്ള നോർമൽ എങ്ങാനും മാറിയിട്ടുണ്ട്, കാർ തന്നെ നിൽക്കും. നാടറോടി കാർ നിന്ന ഓർത്തോണം എൻ്റെ BP കൂടിയിട്ടുണ്ടെന്ന്. ആളിന്റെ BP അളന്നുകൊണ്ടിരിക്കും ECGക്ക് വേണ്ടി. അങ്ങനത്തെ കാർ വരെ ജപ്പാൻകാർ. ഇനി സഹോദരിമാർക്ക് വളരെ സന്തോഷമുള്ള സംഭവം, ഒരു വാർത്ത 5 ദിവസം അയാൾ കണ്ടുപിടിച്ചിട്ട് അതെങ്ങാനും കിട്ടിയാൽ നിങ്ങളെല്ലാവരും ഏത് വില കൊടുത്ത് വീട്ടിൽ മേടിക്കും. 5 ദിവസമായുള്ളൂ. അത് ആ മാർക്കറ്റിലോട്ട് പോലും വന്നിട്ടില്ല. ജപ്പാൻകാർ കണ്ടുപിടിച്ചതാ. ഈ സഹോദരിമാരെ പിടിക്കുന്നവരല്ല ഈ പാചകത്തിന്റെ പരിപാടി TV കൂടെ കാണത്തില്ലേ? ഒരു സുന്ദരി നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്തത് ഇല്ലേ? ആ ഇറച്ചി, മീന്, സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പുതിയ മോഡൽ TV കാണിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക. കൊച്ചിന് പാല് പോലും കൊടുക്കുകയില്ല തരും അല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കും. ഒരു നല്ല സുന്ദരി, ആ നല്ല പുതിയ ഫാഷനുള്ള കിച്ചൺ, സ്റ്റൗവ് അതിലൂടെ കയറ്റി വെക്കുന്നു, ഇറച്ചിയും മീനെ പ്രത്യേക വിധത്തിൽ വറക്കുന്നു അല്ലേ? എല്ലാം കഴിഞ്ഞ് കോരി വെക്കുന്നു. ആരുടെ നാക്കാലാണ് അതിന് പോരാത്തത്? ഇതായി പുതിയ കണ്ടുപിടുത്തം. ഒരു പുതിയ മെഷീനുണ്ട്, വളരെ ചെറുതാ, 4 തീപ്പെട്ടിയുടെ വലിപ്പമേ ഉള്ളൂ. ഇനി സഹോദരിമാര് മടിയിൽ അത് വെച്ചോണ്ടാണ് ഇത് കാണാനെന്ന്. ഇത് കണ്ടു കഴിഞ്ഞാൽ പാചകൻ TV-യിൽ പൂർണ്ണമായി കഴിഞ്ഞാൽ ഉടൻ മടിയിലിരിക്കുന്ന കൊച്ചു തീപ്പെട്ടി പോലുള്ള മെഷീന്റെ പച്ച ലൈറ്റ് തെളിഞ്ഞാൽ ഉടൻ
അതിനെടുത്ത് നാക്കിലോട്ട് അമർത്തിത്തു, നാക്കുകൊണ്ട് അത് നക്കിയാൽ മതി. ആ TV കണ്ട ഭക്ഷണത്തിന്റെ സെയിം രുചി നാക്കില്. ആരാ മേടിക്കാത്ത? എനിക്കറിയാമല്ലോ, എന്നാ വിറ്റായാലും മേടിക്കലേ, ഞാനാണെ മേടിക്കും. അതുവരെ വെളിയിൽ ഇറക്കി കഴിഞ്ഞു ലോകത്തിന്റെ പുരോഗതി. ഈ ലോകത്തിന് വല്ലാത്ത ഇരുട്ട് വരുമോ? എല്ലാത്ത ഇരുട്ട് വരുമോ? എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! പഴയ കാലത്ത് അവയവങ്ങൾ പറിച്ചു നടന്നത് പടിഞ്ഞാറൻ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കിഡ്നി, ലിവറ്, ഹാർട്ടൊക്കെ മാറ്റി വെക്കുമായിരുന്നു. അന്നൊക്കെ നമ്മളെ പേപ്പറിൽ കണ്ടതേ ഉള്ളൂ. നമ്മുടെ മലയാളികളായിട്ടുള്ള പലരും നല്ല ധനവാന്മാർ കിഡ്നി മാറ്റി വെക്കാൻ, ലിവർ മാറ്റി വെക്കാൻ, ഹാർട്ട് മാറ്റി വെക്കാൻ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് രൂപ ചെലവാക്കി അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ പോയി വന്നിട്ടുണ്ട്. ഇന്ന് അതെല്ലാം മാറി കൊച്ചി കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും അവയവങ്ങൾ മാറ്റിവെക്കുന്നു. തീരെ കുറഞ്ഞ് നിങ്ങളുടെ അടുത്തുള്ള തൃശ്ശൂർ പട്ടണത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവയവങ്ങൾ മാറ്റിവെക്കുന്ന 5 ഹോസ്പിറ്റലുണ്ട്. ആ വിധത്തിൽ പ്ലീസ്, ആ വിധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ഇത് നവംബർ 7 മാസം കഴിഞ്ഞ് ഒരു അവയവം മാറ്റിവെക്കാൻ പോകുന്നു. വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും ആകാംക്ഷയോടെ നോക്കുന്നു. അതെന്തായിത്തീരും? ഞാനും വളരെ നോക്കിയിരിക്കുക. 2017 ജൂണിൽ ഒരവയവം മാറ്റിവെക്കൽ നടക്കാൻ പോകുന്നു. ഇവിടെയൊന്നുമല്ല, ഇറ്റലിയിൽ ഒരു പ്രസിദ്ധനായ സർജൻ, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാരിഗോ കോണവറോ. അദ്ദേഹം നടത്താൻ പോകുന്ന അവയവം മാറ്റിവെക്കൽ കേട്ടോണം, ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. കിഡ്നി ലിവറും അല്ല, തല മാറ്റി വെക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അച്ചാമ്മയുടെ തല വെട്ടിക്കളഞ്ഞ് പകരം ചാക്കോച്ചന്റെ തല തുന്നിച്ചേർക്കും. വെറുതെ അല്ല, അതിന്റെ ഡെമ്മി നടത്തി വിജയിച്ച് അദ്ദേഹത്തെ കാണിച്ചപ്പോൾ ഒരു പെൺകുരങ്ങന്റെ തല വെട്ടിക്കളഞ്ഞിട്ട് പകരം ഒരു ആൺകുരങ്ങന്റെ തല തുന്നിച്ചേർത്ത് അത് നല്ലപോലെ തത്തി പുള്ളിയുടെ ഓഫീസിൽ കൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ പറയുന്നു 2017 ജൂണിൽ ഞാൻ തല മാറ്റിയേക്കും. തല കൊടുക്കാൻ ഒരാൾ തയ്യാറായി വന്നിരിക്കുന്നു. കമ്പ്യൂട്ടറുമായിട്ട് ഇങ്ങനെ ഇരുന്ന് തല മുഴുവൻ പോയ ഒരു റഷ്യൻ എഞ്ചിനീയർ പറഞ്ഞു, എന്റെ തലയെടുത്ത് കളഞ്ഞാലേ പകരം ഒന്ന് വെച്ചതാ. വെറും 8 മാസമേ ഉള്ള പരിപാടി നടക്കാൻ പോകുന്നു. അപ്പൊ വൈദ്യശാസ്ത്രവും ഡോക്ടർമാരുടെ നോട്ടറിയാവൂ, ഇത് ചെയ്താൽ അച്ചാമ്മയുടെ തല വെട്ടിക്കളഞ്ഞ് പകരം ചാക്കോച്ചന്റെ തല വെച്ചാൽ ആ ശരീരത്തിന് അച്ചാമ്മയുടെ സ്വഭാവമാണോ ചാക്കോച്ചന്റെ സ്വഭാവമാണോ? ഇതാണ് വൈദ്യശാസ്ത്രത്തിന് അറിയേണ്ടത്. അത്രമേൽ കണ്ടുപിടുത്തം. നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ശാസ്ത്രത്തിന്റെ വളർച്ച. എല്ലാ തരത്തിലും ഒരുപാടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തട്ടെ. എന്നാൽ രാത്രി വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം. ഇനി ഞാനൊരു മറുവശം നിങ്ങളെ കാണിക്കാം. ഇതെല്ലാം ഈ ലോകത്തിന്റെ നല്ല ഒത്തിരി കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ആന്റിബയോട്ടിക് ചുരത്തുന്ന പശു ഇറങ്ങാൻ പോകുന്നു. അതിന്റെ പേര് ട്രാൻസ്ജനിക് കൗ. അത് ആന്റിബയോട്ടിക്കാ ചുരത്തുന്നത്. ഒരു മെഡിക്കൽ സ്റ്റോറിലും പോകണ്ട, അതിന്റെ പാൽ ഒരു തുളം കുടിച്ചാൽ മതി, സകല ഇൻഫെക്ഷനും പോകുമെന്ന് അവർ അവകാശപ്പെടുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ ഇതിനൊരു ഭയങ്കരമായ മറുവശം നിങ്ങൾ നോക്കിക്കോ. ലോകം അത് കാണുന്നില്ല. ഭീതിയും ഭയവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. തീവ്രവാദികൾ പിടിച്ചെടുത്ത ലോകത്തിന്റെ പട്ടണങ്ങൾ, അവരെ തടയാൻ ശക്തിയുള്ള ഒറ്റ ഗവൺമെന്റ് ലോകത്തിൽ ഇന്നില്ല. ശരിയാണോ? സമാധാനം ആർക്കുണ്ട്? നല്ല സുന്ദരമായ വീടുകളും തലമുറകൾക്കുള്ള സ്വത്തുക്കളും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ആർക്കുണ്ട് സമാധാനം? ദൈവമക്കൾക്കല്ലാതെ ആർക്കെങ്കിലും സമാധാനമുണ്ടോ? ഉറങ്ങാതെ മനുഷ്യൻ വിഷമിക്കുന്നു. ഈ ലോകം രോഗികളുടെ ഒരു കൂടാരമായി. അതിമാരകമായ രോഗങ്ങൾ, സിക്ക വൈറസ്, ഇബോള കയറി വരുന്നു. മനുഷ്യനിൽ എന്തോ ഭയങ്കര മാറ്റം. അവന്റെ സ്വഭാവം മാറി. ആത്മാർത്ഥത നഷ്ടപ്പെട്ട ഒരു പുതിയ തലമുറ. 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വായിൽ പോകാൻ പഠിച്ച മനുഷ്യൻ 2024 കൊണ്ടുപോവുക. 800 ദിവസം കൊണ്ട് 5.5 കോടി അകലെയുള്ള ചൊവ്വായിൽ കൊണ്ടുപോകുന്ന പ്ലെയിൻ തയ്യാറായി പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരാണ് F-37C. അവിടം വരെ തയ്യാറായെങ്കിലും ലോകത്തിൽ സ്നേഹബന്ധങ്ങളെയും രക്തബന്ധങ്ങളെയും കാണാൻ സമയമില്ലാത്തൊരു പുതിയ തലമുറ.
കുഞ്ഞുങ്ങൾ രീതി മാറിയോ? കുഞ്ഞുങ്ങളുടെ സ്വഭാവം മാറി ലോകം മുഴുവൻ. എന്തുകൊണ്ട്? എനിക്ക് 78 വയസ്സുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ കോട്ടയത്ത് എൻ്റെ വീട്, എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ കടയിൽ രാവിലെ ആമ്പിള്ളേരെ വിടത്തുള്ളൂ, പെൺപിള്ളേരെ വിടത്തില്ല, ഒരുത്തനെ വിടത്തില്ല, ചേട്ടനെ അനിയൻ കൂടെ വിടത്തുള്ളൂ. എപ്പോഴാണ് വിടുന്നറിയാവോ? വീട്ടിൽ രാവിലെ പുട്ട് പുഴുങ്ങുന്നതാണ്, പഴം മേടിക്കാൻ വിടും. അന്ന് ആമ്പിള്ളേരെ വിടത്തുള്ളൂ, പെൺപിള്ളേരെ വിടത്തില്ല. ഇന്ന് പെൺപിള്ളേരെ വിടണ്ട, തന്നെ സ്കൂളിൻ്റെ അടുത്ത് പൊക്കോളൂ. അപ്പൊ ആമ്പിള്ളേർ രണ്ടും കൂടെ പോയി ചേട്ടനും അതിനും കൂടെ ചെന്ന് കടയിൽ ചെന്ന് പഴമെല്ലാം മേടിച്ച് അന്നത്തെ രീതി. ഇങ്ങോട്ട് വരുമ്പം അയൽവക്കത്തെ തോമാച്ചാൻ്റെ മാവിലിട്ട് മാങ്ങായിക്കിട്ട് എറിഞ്ഞ്, പിന്നെ റോഡ് വരുന്ന പട്ടിക്കിട്ടൊരു കീറും, ഇന്നടിച്ച കാപ്പയായിട്ട് മാറും. പട്ടിക്കിട്ടൊരു ഏറുക്കി എറിഞ്ഞ് പഴവും പൊതിഞ്ഞ് കിട്ടി വീട്ടിലോട്ട് വരും. രാവിലെ വരുമ്പം അന്ന് ഈ സിറ്റ് ഔട്ടൊന്നുമില്ല, വീടെന്ന് വെച്ച തിണ്ണ അല്ലെങ്കിൽ പൂമുഖത്തെ വീട്ടിലെ പിതാവിരുന്ന് പത്രം വായിക്കും രാവിലെ. ഈ അപ്പനെ കാണുമ്പം മക്കള് പറഞ്ഞൊരു വാക്കുണ്ടിടാ, അന്ന് ഈ ഡാഡി ആ വിളിയൊന്നുമില്ല. അന്ന് വിളിക്കുന്ന അച്ചായ, അച്ഛ, അപ്പ, അപ്പച്ച, ഇതൊക്കെ വിളിക്കുന്നുള്ളൂ. എന്നിട്ട് ചേട്ടൻ എന്നോട് പറയാം, ആണ്ട്ര അച്ചായ നിന്ന് പത്രം വായിക്കുന്നു, നമുക്കതിലേ പോകണ്ട, നമുക്ക് അടുക്കള വഴി കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ അടുത്തൂടെ അദ്ദേഹത്തെ ക്രോസ് ചെയ്ത് പഴം കൊണ്ട് പോകാൻ പിള്ളേർക്കൊരു മടി. അന്ന് ഇന്നെങ്ങനെയാണെന്നറിയാമോ? പിള്ളേര് പഴം കൊണ്ട് വരുമ്പം അപ്പം പറയാണ്ട് അവന്മാർ വരിക എന്ന് പറഞ്ഞ് അപ്പം പേപ്പർ താത്തിട്ട് പുള്ളി സ്കൂട്ടറെടുത്ത് സ്ഥലം വിടും. കാലം മാറിയതുണ്ടോ? ഇന്നത്തെ തലമുറകളുടെ സ്വഭാവം മാറിയത് നിങ്ങൾ കണ്ടോ? വേറൊരു സിസ്റ്റത്തിലേക്ക് ലോകം വരാൻ പോകുക, അത് പറയാനാ. മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തൊരു പുതിയ തലമുറ. എന്തുകൊണ്ട്? കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം. സ്നേഹിച്ച്, ഓമനിച്ച്, ലാളിച്ച്, ഗുണദോഷിച്ച്, മാതൃക കാണിച്ച്, ദൈവവചനം പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഈ ദൈവം തമ്മിൽ ആവശ്യിക്കുന്ന സിസ്റ്റമാണ്. സ്നേഹിക്കണം, ഓമനിക്കണം, ലാളിക്കണം, മാതൃക കാണിക്കണം, ശിക്ഷിക്കണം, ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കണം, ദൈവ വചനം അവരുടെ ഉള്ളിൽ പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇന്നത് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പനും അമ്മയ്ക്ക് അവരുടെ ജീവിത സുഖത്തിനും പണത്തിനും അവർ നെട്ടോട്ടം ഓടുമ്പോൾ എന്ത് പറ്റി? കുഞ്ഞുങ്ങളെ വളർത്താൻ നേരമില്ല. ചെടി വളരുന്ന പോലെ കുഞ്ഞ് തന്നെ വളർന്നോട്ട്. അല്ലെങ്കിൽ ശമ്പളത്തിന് ആളെ ഏൽപ്പിക്കും വളർത്താൻ, ഇല്ലെങ്കിൽ നല്ല ബോർഡിങ് കൊണ്ടാക്കും, ഇല്ലേ? അപ്പൊ കുഞ്ഞ് വളരുന്ന ആരെ കണ്ടോണ്ടാ? ബോർഡിങ്ങിന്റെ കനത്ത ഭിത്തിയും മീറ്ററിന്റെ വട്ട കണ്ണും. അത് വീട്ടിലോട്ട് വരുമ്പോ ഉണ്ടല്ലോ അതിനേക്കാൾ ലക്ഷ്യം. ഒത്തിരി കാരണങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവം മാറാൻ, ഒരുപാട് കാര്യങ്ങൾ. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അതേ മാതൃകയില്ലാത്തൊരു കുടുംബജീവിതം, വീട്ടിൽ ആത്മീയ അന്തരീക്ഷമില്ലാത്ത കുടുംബജീവിതം, അവിടെ വചനം പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. അതിന് പകരം ഈ സ്ക്രീനിൽ കാണുന്ന ആവശ്യമില്ലാത്തതെല്ലാം കണ്ടും കേട്ടും അപ്പനും അമ്മയും അവിടെ ഇരിക്കും. ഇതാണ് കുഞ്ഞുങ്ങളും കാണിക്കുന്നത്. അവരൊന്നും ആത്മീയം പോയില്ലേ? അത് തന്നെയുമല്ല, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ ഓടിച്ചാടി വീട്ടിലെ സ്നേഹത്തിൽ വളരേണ്ട കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താ നോക്കിക്കേ. പ്രായമുള്ള ഒരു ഇടിപ്പില്ലേ, ഒരു 45-50 വയസ്സിന് മേലുള്ള സഹോദരന്മാരും ദൈവദാസന്മാരെന്ന് ചിന്തിച്ചേ. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കൂട്ടുകാരാരാ? 4 വിധത്തിലുള്ളവർ. ഒന്ന് വീട്ടിലുള്ള ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അല്ലേ? സഹോദരങ്ങൾ 1. 2 അല്ലെങ്കിൽ അയൽവക്കത്തുള്ള സമപ്രായക്കാർ, ഇല്ലേ? 3 അതും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവർ, ഇല്ലേ? 4 ഇതും അല്ലെങ്കിൽ കസിൻസ്, അല്ലെങ്കിൽ അവരവരായിരിക്കുന്ന പള്ളിയിലുള്ള പ്രായക്കാർ. ഇന്നത്തെ തലമുറയുടെ കൂട്ടുകാരാരെന്നറിയാവോ? മെക്കാനിക്കൽ ഫ്രണ്ട്സ്. ഇന്നത്തെ തലമുറയുടെ കൂട്ടുകാരുടെ പേരാണ് അന്നമ്മ, ചാക്കോച്ച്, ഫിലോമിന, റോസമ്മ, ലൗലി എന്നൊന്നുമല്ല. ഇന്നത്തെ തലമുറയുടെ കൂട്ടുകാരുടെ പേര് കേട്ടോണം. ഇമെയില്, വാട്സപ്പ്, നിങ്ങൾക്കറിയാമല്ലോ, ഫേസ്ബുക്ക്, ഇമെയില്, വാട്സപ്പ്, TV, മൊബൈല്, ഇതല്ലേ കൂട്ടുകാർ. ഭക്ഷണം പോലും വേണ്ട, കിരണ്ടി ഇരിക്കുകയല്ലേ. ഇതാണ് ഇന്നത്തെ സിസ്റ്റം മാറാൻ കാരണം. രാത്രി വരുന്നതിന് അടയാളം കാണിക്കുക. രാത്രി വരുന്നതിന് മുമ്പേ സന്ധ്യയാകുന്നത് പോലെ ഇന്നത്തെ തലമുറയ്ക്ക് ബന്ധങ്ങൾ മാറി. അവർക്ക് ആത്മീയ കാര്യങ്ങളെ കുറിച്ച് കേൾക്കാൻ സമയമില്ല, താല്പര്യമില്ല, പറയാൻ ആളില്ല. അവർക്ക് മറ്റു കാര്യങ്ങൾ കേൾക്കാനും അലങ്കരിക്കാനും സമയം. അടുത്ത നോക്കിയേ, കുടുംബ ജീവിതം ക്രൈസ്തവ ലോകത്തിൽ തകരുന്നു.
തലതാത്ത് പിടിച്ചാ ഞാൻ പറയുന്നത്. കേരളത്തിലെ സകല ജില്ലകളിലും ഉള്ള കുടുംബ കോടതിയിൽ ചെന്നാൽ നിൽക്കുന്ന ക്യൂ ക്രിസ്ത്യാനികളുടെ. എന്തിന്? ഏതോ പള്ളിയിലോ ഹോളിലോ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കുക, കൂട്ടിച്ചേർത്തത് നീക്കിയ ഞങ്ങളെ ഒന്ന് വേർപെടുത്തിത്താ. എവിടെ നിൽക്കുന്ന ലോകം? ഇനിയും അടുത്ത നോക്കിയ തകർന്നു. വിവാഹമില്ലാത്ത കുടുംബ ജീവിതം. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവുമായി ജീവിച്ച് അതിൽ കുഞ്ഞുങ്ങൾ. ഇന്നത്തെ സിസ്റ്റം നിങ്ങൾക്ക് കേൾക്കണമോ? ഫാമിലി ലൈഫ് വിത്തൗട്ട് മാരേജ് തുടങ്ങിക്കഴിഞ്ഞു. പടിഞ്ഞാറൻ രാജ്യം മുതൽ ഇന്ത്യ വരെ വന്നു കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും അല്ല, ഒന്നിച്ച് താമസിക്കുന്നു. കോടതികൾ പറയുന്നു അവരെ ഭാര്യയും ഭർത്താവുമായി അംഗീകരിച്ചോളാൻ. കോടതികളും പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കുറച്ചാൾ താമസിക്കുന്ന കണ്ടാൽ അവരെ ഭാര്യയും ഭർത്താവുമായി അംഗീകരിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഇനി അടുത്തത് കേട്ടോണം. പടിഞ്ഞാറൻ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവർക്കൊരു പുതിയ പേര്. കൂടെ നടക്കുന്ന ആരാണ്? ഭർത്താവല്ല, ഭാര്യയല്ല, അതൊന്നുമല്ല. കേൾക്കണോ പേര്? പാർട്ട്ണർ, പങ്കാളി. ദാറ്റ്സ് ഓൾ. പങ്കാളി, ഹസ്ബൻഡ് അല്ല, വൈഫല്ല, പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടിന് പോയ വഴിക്ക് വടക്കാഴ്ച വഴി കിട്ടി, ഇടയ്ക്ക് ഇട്ടച്ചു പോകാം, ആരും ചോദിക്കത്തില്ല, ഒരു സ്വത്തും കൊടുക്കണ്ട. അങ്ങനെ ഒരു സിസ്റ്റം. കുടുംബജീവിതം തകർന്നു. ആത്മഹത്യ പ്രവണത വർദ്ധിക്കുന്നു. മാനസിക രോഗികൾ എല്ലാ ഗ്രാമങ്ങളിലും വർദ്ധിക്കുന്നു. മനുഷ്യർ തൃപ്തിയില്ലാതെ മുന്നോട്ട് പോകുന്നു. രാത്രി വരുമോ? സമൂഹത്തിൽ പണം കയ്യിലുണ്ട്, പക്ഷെങ്കിൽ ഒന്നിനും ഒരു സ്വസ്ഥതയുമില്ല. മറുഭാഗത്ത് എല്ലാം അനിശ്ചിതത്വം എല്ലാ രാജ്യങ്ങളിലും. ഇന്നേക്ക് 10-14 ദിവസം മുമ്പ് നവംബർ അനിശ്ചിതത്വത്തിന്റെ ശരിയായിട്ടുള്ള തെളിവ് അനുഭവിക്കുന്നവരാ നമ്മള്. നവംബർ 8-ാം തീയതി രാത്രി 8 മണിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മിസ്റ്റർ നരേന്ദ്രമോദി രാജ്യത്തോട് പ്രക്ഷോഭണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാരന് ഏറ്റവും വിലയുള്ള 1500 നോട്ടിൽ നിന്ന് ചോക്ലേറ്റ് കടലാസിന്റെ വിലയില്ല. അനിശ്ചിതത്വത്തിനുണ്ടോ? ഏറ്റവും വലിയ വിലയുള്ള തുകയായിരുന്നു 1000 നോട്ട്. ഇന്നോ ചോക്ലേറ്റ് കടലാസിന്റെ വിലയില്ല. ഇന്നലത്തെ പത്രത്തിലൂടെ ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ വാർത്ത, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി അവർ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് അവിടെ 1000 കെട്ടിരിപ്പുണ്ട്, 500 കെട്ടിരിപ്പുണ്ട്. അത് തൊട്ടുപോലും ഇല്ല. 20 ഒരു കെട്ടിലെടുത്തുണ്ടാവും പോയത്. 1500 കെട്ടവൻ അതുപോലെ വെച്ചിട്ട് അതിന്റെ അടിയിലിരുന്ന 20 ചുമന്നിയൊരു കെട്ടുണ്ടല്ലോ, അതിലെടുത്തുണ്ടാവാൻ പോയത്. അവനും വേണ്ടതായി. അനിശ്ചിതത്വം ലോകം മുഴുവൻ. രാജ്യങ്ങളിൽ ഭരണതലത്തിലെല്ലാം അഴിമതിയുടെ കറ പിടിച്ച മണം. ശരിയാണോ? ടിവിയും പത്രവും വായിക്കാൻ നമുക്ക് മടിയല്ലേ? സന്മാർഗികത, മരിച്ചതിന്റെ ദുർഗന്ധം വമിക്കുന്ന വാർത്തകൾ. ലോകത്തിൽ ഏറ്റവും കോടിക്കണക്കിന് പണം ഡോളർ ഒഴുകുന്ന ബിസിനസ് കമ്പ്യൂട്ടർ ബിസിനസ് ഒന്നുമല്ല, മയക്കുമരുന്ന് ബിസിനസ്. അതൊരു വലിയ ലോബിയാണ് ലോകം മുഴുവൻ. മയക്കുമരുന്ന് കലാലയങ്ങളുടെ വാതുക്കൽ മുതൽ ദേവാലയങ്ങളുടെ വാതുക്കൽ വരെ നിൽക്കുന്ന ലോബികൾ ഇറങ്ങിക്കഴിഞ്ഞു. മയക്കുമരുന്ന് ബിസിനസ്. രാഷ്ട്രീയ ഗോളത്തിൽ അട്ടിമറി. എന്തോ ഏതോ വലിയൊരു അപകടത്തിന്റെ മണിമുഴക്കമല്ലേ ഇതെല്ലാം. അപ്പോൾ ഈ ഭൂമിയെ നോക്കി നിന്നെ ഞാൻ ചുട്ട് കത്തിക്കുന്ന വൈരാഗ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന സൂര്യൻ, അവന്റെ കോപത്തിന് സയൻസ് ഇട്ടിരിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ആരോ അടിത്തറ ഇളക്കിയതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ അടിപ്ലേറ്റ്. കേട്ടോണം, ശാസ്ത്രലോകം ഇപ്പം ബൈബിളിലോട്ടാണ് നോക്കുന്നത്. കാരണം ഇന്ന് വരെ അവരുടെ അറിവിൽ ഭൂമി ഉരുക്കം എന്ന് പറയുന്നത് 7 ഭൂഖണ്ഡം ഭൂമിക്ക് നിങ്ങൾക്കറിയാം. 7 ഭൂഖണ്ഡം, കോണ്ടിനെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, വടക്കൻ അമേരിക്ക, തെക്കൻ അമേരിക്ക. ഈ 7 ഭൂഖണ്ഡത്തിന്റെ അടിയിൽ ഓരോ പ്ലേറ്റ് ഉണ്ട്. അതിന് പറയുന്ന മലയാളം പേരാണ് ഭൗമപാളി, ഇംഗ്ലീഷ് എർത്ത് പ്ലേറ്റ്. അതിന്റെ മേളിലാണ് 7 ഭൂഖണ്ഡം. ഇത് സയൻസ് കണ്ടുപിടിച്ചിട്ട് വെറുതെ 80 വർഷമേ ഉള്ളൂ. ബൈബിളിൽ പണ്ട് എഴുതിയിട്ടുണ്ട് 104 സങ്കീർത്തനം 4-ാം വാക്യം, അവൻ ഭൂമിയെ അതൊരിക്കലും വിളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കരങ്ങളെ സ്തുതിച്ച്. ആ
എർത്ത് പ്ലേറ്റ്, ഏറ്റവും വലിയ നീളമുള്ള പ്ലേറ്റിന്റെ പേരാണ് ഏഷ്യ പ്ലേറ്റ്. 15,000 കിലോമീറ്റർ അതിങ്ങോട്ട് വന്ന് ഹിമാലയത്തിന്റെ അടിയിൽ നിൽക്കുന്നു. അപ്പോൾ വീടിന്റെ മോന്തായം പോലെ വേറൊരു പ്ലേറ്റ് അവിടുന്ന് പോകുന്നു. അതിന്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. ഇങ്ങനെ എല്ലാം, അതിനെ കുറിച്ച് ഞാൻ നാളെ പറയുമല്ലേ, ഇന്ന് തന്നെ. ഇങ്ങനെ 2 പ്ലേറ്റ് ചേർന്നതിന്റെ മേളിലാണ് ഒരു ഭൂഖണ്ഡം. ലോക സൃഷ്ടിപ്പ് മുതൽ ഇന്ന് വരെ ഉണ്ടായ ഭൂഖണ്ഡങ്ങളിൽ